നമസ്കാരം. ഇന്ന് നമ്മൾ കേരള അക്കൗണ്ട് ബോർഡ് വോളിയം 1ന്റെ ബാക്കി ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒന്നും പറയുന്നില്ല, കൂടുതൽ നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഞാൻ ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇന്ത്യൻ സാമ്പത്തിക ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇനി കറൻസി വിഭാഗത്തില് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ രണ്ട് കറൻസികൾ വന്നാൽ, ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബ്രിട്ടനിൽ നടക്കുന്ന കേന്ദ്ര സ്റ്റേറ്റ് സംസ്ഥാന ഇടപാടുകളും പ്രതിമാസം ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള അക്കൗണ്ട് കറണ്ടിലൂടെ ഇന്ത്യയിലേക്ക് കൈമാറും. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ഫണ്ട് കൈമാറുന്ന അതിനാണ് നമ്മൾ അക്കൗണ്ട് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് അക്കൗണ്ട് കറണ്ടിലൂടെ ഇന്ത്യയിലേക്ക് കൈമാറും. അതിനുശേഷം അത് ഇന്ത്യൻ നാണ്യവ്യവസ്ഥയിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം അവസാനമായിട്ട് ഇന്ത്യൻ അക്കൗണ്ട് ബുക്കുകളിൽ കൊണ്ടുവരും. ആ ഇന്ത്യൻ അക്കൗണ്ട് ബുക്കുകളിൽ കൊണ്ടുവരുമ്പോൾ അത് രൂപയുടെ അടിസ്ഥാനത്തിലായിരിക്കും. എന്നാൽ നമുക്കറിയാം, ബ്രിട്ടനിലെ പിന്നെ നാണ്യ വ്യവസ്ഥ പ്രകാരം അത് പൗണ്ട് സ്റ്റെർലിങ്ങിലാണ്. ഇപ്പൊ പൗണ്ട് സ്റ്റെർലിങ്ങിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥ സ്റ്റെർലിംഗ് സ്വഭാവമുള്ള ഇടപാടുകൾ ലണ്ടനിലെ ഭാരത ഹൈക്കമ്മീഷണറുടെ പുസ്തകങ്ങളിലാണ് അവസാനം കണക്കിൽ എഴുതേണ്ടത്. അപ്പോൾ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ പുസ്തകങ്ങളിൽ മാത്രമേ അവസാനമായിട്ട് അത് സ്റ്റെർലിങ്ങിന്റെ രീതിയിൽ അക്കൗണ്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ബാക്കി എന്നാൽ ഇന്ത്യൻ കണക്ക് പുസ്തകങ്ങളിൽ എഴുതുമ്പോൾ അത് നമ്മൾ രൂപയിലേക്ക് മാത്രമാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് മെയിൻ ഡിവിഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. നമുക്കറിയാം, സർക്കാർ അക്കൗണ്ടുകൾ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളിലായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഒന്ന് കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രധാനമായിട്ടും സർക്കാർ അക്കൗണ്ടിന്റെ 1ാമത്തെ ഭാഗം, 2ാമത്തെ ഭാഗം, 3ാമത്തെ ഭാഗം എന്നിങ്ങനെ മനസ്സിലാക്കിയിരിക്കണം. സർക്കാർ പിന്നെ അക്കൗണ്ടിന്റെ 1ാമത്തെ ഭാഗം എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടാണ്. സർക്കാർ അക്കൗണ്ടിന്റെ 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത് കണ്ടിജൻസി ഫണ്ടാണ്. 3ാമത്തെ ഭാഗമാണ് പബ്ലിക് അക്കൗണ്ട്. ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ സീരിയൽ ഓർഡർ നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. ഫസ്റ്റ് കൺസോളിഡേറ്റഡ് ഫണ്ട്, സെക്കൻഡ് കണ്ടിജൻസി ഫണ്ട്, തേർഡ് പബ്ലിക് അക്കൗണ്ട്. ഇനി നമുക്ക് ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിനെ റവന്യൂ എന്നും ക്യാപിറ്റൽ എന്നും രണ്ടായിട്ട് തരംതിരിക്കും. കൺസോളിഡേറ്റഡ് ഫണ്ടിനെ രണ്ടായി തരംതിരിക്കുന്നു. അത് റവന്യൂ എന്നും ക്യാപിറ്റൽ എന്നുമാണ്. ക്യാപിറ്റലിൽ നമ്മൾ പൊതുവായ കടങ്ങളും വായ്പകളും അഡ്വാൻസുകളും ഒക്കെ ക്യാപിറ്റലിലാണ് വരുന്നത്. റവന്യൂവിലാണെങ്കിൽ എന്തൊക്കെ വരും? നികുതിയിൽ നിന്നുള്ള വരുമാനവും അതിൽ നിന്നുള്ള ചെലവുകളുമാണ് ക്യാപിറ്റൽ റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചറിൽ റവന്യൂ റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. അപ്പൊ റവന്യൂ റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്നത് നികുതിയിൽ നിന്നുള്ള വരുമാനവും അതിൽ നിന്നുള്ള ചെലവുകളുമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അത് ഞാൻ വിശദമായിട്ട് ഒന്നുകൂടി ബാക്കി ചില പോയിന്റ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലൊരു പോയിന്റ് ആണ് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ്. അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടുള്ള ഒരു ടേം ആണ് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ചില ചെലവുകൾ, ബുക്ക് അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു പോയിന്റ് കേൾക്കണം. നമ്മൾ ചില ചെലവുകൾ നടന്നു കഴിഞ്ഞിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഇപ്പൊ മുൻകൂട്ടി നൽകിയ ചെലവുകൾ വരാനിരിക്കുന്ന കാലയളവിലേക്ക് മാറ്റേണ്ടി വരും. നമ്മൾ ഒരു വരുന്ന 6 മാസത്തേക്കുള്ള ചെലവും കൂടി 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് പറയേണ്ടി വരും? അതിന് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന, അല്ലെങ്കിൽ ചില ചെലവുകൾ നടന്നു കഴിഞ്ഞിട്ടും അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവില്ല, അങ്ങനെ വരാറുണ്ട്. പിന്നെ ചില അസറ്റുകളുടെ
ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ തേയ്മാനമാണ്. ചില പെർമനന്റ് അസറ്റുകളുടെ തേയ്മാനം നമ്മൾ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണം ഓരോന്ന് നോക്കാം. ജൂൺ മാസത്തെ വൈദ്യുതി ബില്ല് 5000 രൂപയായി. എന്നാൽ ജൂലൈ 5-നാണ് ബില്ല് അടച്ചത്. നിങ്ങൾ കേൾക്കണം, ജൂൺ മാസത്തിലെ വൈദ്യുതി ബില്ല് 5000 രൂപ, എന്നാൽ അത് അടച്ചത് ജൂലൈ 5-നാണ്. അപ്പൊ ജൂൺ മാസത്തെ കണക്കുകൾ തയ്യാറാക്കുമ്പോൾ ഈ 5000 രൂപ ജൂൺ മാസത്തെ ചെലവായിട്ട് തന്നെ യഥാർത്ഥത്തിൽ കാണിക്കണം. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വെച്ചു. ജൂൺ മാസത്തെ കറണ്ട് ബില്ല് 5000 രൂപ, അത് അടച്ചത് ജൂലൈ 5-നാണ്. പക്ഷേ ജൂലൈയുടെ കണക്കിൽ വന്നാൽ പോരാ, അത് ജൂൺ മാസത്തെ കണക്കിൽ തന്നെ വരണം. അപ്പൊ ജൂൺ മാസത്തെ ചെലവായിട്ട് അവിടെ ഈ 5000 രൂപ കാണിക്കണം. അതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് അഡ്ജസ്റ്റിംഗ് എൻട്രി ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തും. ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുന്നു 5000 രൂപ. ഔട്ട്സ്റ്റാൻഡിംഗ് ഇലക്ട്രിസിറ്റി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു 5000 രൂപ. ഇനി തേയ്മാനം. ഒരു ബിസിനസ് 1,00,000 രൂപയ്ക്ക് ഒരു മെഷീൻ മേടിച്ച് നമ്മൾ ഈ വർഷാവസാനം ആ മെഷീൻ്റെ മൂല്യം 10,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. അത് മൂല്യം നമ്മൾ കണക്കാക്കിയിട്ട് ഓരോ കൊല്ലവും അക്കൗണ്ടിങ് നടത്തുമ്പോൾ ഈ ഡിപ്രീസിയേഷൻ നമ്മൾ കണക്കാക്കണം. അപ്പൊ ഈ തുക നമ്മൾ ചെലവായി കണക്കുകൾ കാണിച്ചില്ലെങ്കിൽ ലാഭം തെറ്റായിട്ടായിരിക്കും വരിക. അപ്പോൾ 1,00,000 രൂപയ്ക്ക് ഒരു കൊല്ലം മുമ്പ് വാങ്ങിയ ഒരു മെഷീൻ അതിൻ്റെ ഡിപ്രീസിയേഷൻ തേയ്മാനം എന്ന് പറയുന്നത് 10,000 രൂപയായിട്ട് കാണിക്കണം. അപ്പോൾ ആ 10,000 രൂപ നമ്മൾ എന്തായിട്ട് വേണം? കണക്കായിട്ട് കാണിക്കണം. കണക്കായിട്ട് കാണിച്ചാൽ മാത്രമേ അവിടെ ലാഭം അല്ല. കണക്കായിട്ട് കാണിച്ചില്ലെങ്കിലോ ലാഭം തെറ്റായിട്ടാണ് കാണിക്കുക. കാരണം 1,00,000 രൂപ നമ്മൾ മുടക്കിയിട്ടിരിക്കുക. അപ്പോൾ അത് 10,000 ഡിപ്രീസിയേഷൻ, പിന്നെയും 10,000, അങ്ങനെ ഓരോ വർഷവും ഈ തേയ്മാനം കണക്കാക്കി അത് ചെലവായിട്ട് കണക്കാക്കും. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു വർഷാരംഭത്തിൽ ഒരു വർഷത്തെ ഇൻഷുറൻസ് പ്രീമിയമായി 12,000 രൂപ നൽകി. ഇൻഷുറൻസ് പ്രീമിയം 12,000 രൂപ നൽകി. ജൂൺ അവസാന കണക്കുകൾ നോക്കുമ്പോൾ 6 മാസത്തെ ഇൻഷുറൻസ് 600 രൂപ മാത്രമേ ആ വർഷത്തേക്ക് വരുന്നുള്ളൂ. ബാക്കി അടുത്ത 6,000 രൂപ മാത്രമേ ആ 6 മാസത്തേക്ക് വരുന്നുള്ളൂ. ബാക്കി 6,000 രൂപ അടുത്ത 6 മാസത്തേക്കുള്ളതാണ്. അതുകൊണ്ട് ആ എമൗണ്ടിനെ നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട് മാറ്റി വെക്കണം. നേരത്തെ അടച്ചതായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന വഴിക്ക് ഏത് മാസത്തെ അല്ലെങ്കിൽ ഏത് വർഷത്തിലെ ലാഭമാണോ കണക്കാക്കുന്നത് ആ കാലയളവിലെ കൃത്യമായ ചെലവുകളും വരുമാനങ്ങളും മാത്രം ഇതിൽ ഉൾപ്പെടുന്നു എന്ന് ഉറപ്പാക്കാം. ഓക്കെ, ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മൾ വീണ്ടും ഒരു അക്കൗണ്ടിങ്ങിലെ 5 ടയർ ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണ്. 5 ടയർ ക്ലാസിഫിക്കേഷൻ പല പേപ്പറുകളിലും നമ്മൾ അക്കൗണ്ട് കോഡിൽ, ഫിനാൻഷ്യൽ കോഡിലൊക്കെ വിശദമായി പറഞ്ഞ ഒരു സംഭവമാണ് 5 ടയർ ക്ലാസിഫിക്കേഷൻ. കേരളത്തിലെ സർക്കാർ ബജറ്റ് അക്കൗണ്ടിംഗ് രീതിയിൽ വരുമാനവും ചെലവും കൃത്യമായി രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഈ 5 ടയർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന 5 തലങ്ങളിലുള്ള വർഗീകരണം. അപ്പോൾ ഇത് നമുക്കറിയാം ഏതൊക്കെയാണ് ഈ 5 ടയർ എന്ന് പറയുന്നത്. സെക്ടർ, മേജർ ഹെഡ്, അങ്ങനെ പോകുന്നു അത്. അപ്പോൾ അത് നമുക്കിവിടെ ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിളിലൂടെ അത് പറയാം. അപ്പോൾ ഇതിലെ 5 ടയർ എന്ന് പറയുന്നത് സെക്ടർ, മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ്. ഇതെന്ന് പറയുന്നത് സെക്ടർ, മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ്. നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് അത് നോക്കാം. നിങ്ങളിത് അല്ലാതെ രീതിയിൽ ഇത് മനസ്സിലാക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. എക്സാമ്പിൾ ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മൾ ആദ്യം സെക്ടർ എടുക്കുകയാണ്. ഒരു സെക്ടർ എന്ന് പറയുന്നത് ഒരു ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനായി സെക്ടറിൽ വരുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഇംഗ്ലീഷ് വലിയ ക്യാപിറ്റൽ ലെറ്റർ അക്ഷരങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ സെക്ടർ ഏതു മേഖലയാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഏത് മേഖലയാണ്, അത് ഒരു വലിയ ഏരിയ ആണ്. നമുക്കൊരു മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു വൈഡ് ഏരിയ ആണ്. അത് മാത്രമാണ് സെക്ടർ സൂചിപ്പിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ സാമൂഹ്യ സേവനം, അതൊരു വലിയ ഏരിയ ആണ്.
സാമ്പത്തിക സേവനം വലിയ ഏരിയ ആണ്. ഇതൊക്കെ സെക്ടർ ആണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് മേജർ ഹെഡാണ്. മേജർ ഹെഡില് ഒരു പ്രത്യേക സേവന മേഖലയെ തിരിച്ചറിയുന്നു. വലിയ ആ മേഖലയിൽ നിന്ന് കുറച്ചുകൂടി ചുരുക്കി ഒരു പ്രത്യേക സേവന മേഖല ഏതാണെന്ന് തിരിച്ചറിയുന്നു. ഇതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് 4 അക്ക സംഖ്യയാണ് മേജർ ഹെഡിന്. അത് ഓർമ്മിച്ചു വെക്കുക. ഇനി അടുത്തത് മൈനർ ഹെഡാണ്. മൈനർ ഹെഡ് മേജർ ഹെഡിനുള്ളിലെ നിർദ്ദിഷ്ട പ്രവർത്തന മേഖലയാണ് മൈനർ ഹെഡ്. മേജർ ഹെഡിനുള്ളിലെ നിർദ്ദിഷ്ട പ്രവർത്തന മേഖലയാണ് മൈനർ ഹെഡ്. ഇനി അത് കഴിഞ്ഞിട്ടാണ് സബ് ഹെഡ്. ഈ മൈനർ ഹെഡിനുള്ളിലെ പ്രത്യേക സ്കീമുകളോ സ്ഥാപനങ്ങളോ ആണ് മൈനർ ഹെഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ഹെഡ്. ഡീറ്റെയിൽഡ് ഹെഡ് എന്ന് പറയുന്നത് പണം കൃത്യമായി എന്തിനാണ് ചെലവാക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. നമുക്ക് നോക്കുക. ഒരു വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഹൈസ്കൂളിൽ പുതിയ കമ്പ്യൂട്ടർ വാങ്ങുന്നതിനായി ഫണ്ട് അനുവദിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂളിലാണ് കേട്ടോ. പുതിയ കമ്പ്യൂട്ടർ വാങ്ങുന്നതിനായിട്ട് ഫണ്ട് അനുവദിക്കുന്നു. ഇതിൻ്റെ 5 ടയർ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സെക്ടർ നമ്മൾ ആദ്യം എടുക്കണം. സെക്ടർ എന്ന് പറയുന്നത് ഇവിടെ സാമൂഹ്യ സേവനമാണ്. വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂളിൽ കമ്പ്യൂട്ടർ അനുവദിക്കുന്നതിനായിട്ട് ഫണ്ട് അനുവദിച്ചത് അതിൻ്റെ സെക്ടർ എന്ന് പറയുന്നത് സാമൂഹ്യ സേവനമാണ്. മേജർ ഹെഡ് ഒരു പ്രത്യേക സേവന മേഖലയെ തിരിച്ചറിയുന്നു. അത് ഏതാ സേവന മേഖല എന്ന് പറയുന്നത്? വിദ്യാഭ്യാസം, ജനറൽ എഡ്യൂക്കേഷൻ. അതാണ് ഇവിടുത്തെ മേജർ ഹെഡ്. ആ സാമൂഹ്യ സേവനം എന്നുള്ള സെക്ടറിൽ നിന്ന് കുറച്ചുകൂടി നമ്മൾ ഏരിയ ചുരുക്കി. അതാണ് മേജർ ഹെഡ്. മേജർ ഹെഡ് വിദ്യാഭ്യാസമായതുകൊണ്ട് 4 അക്ക സംഖ്യയാണ് സൂചിപ്പിക്കുന്നത്. അത് 2202 ആണ്. 2202. അതാണ് ഈ 4 അക്ക സംഖ്യ. മേജർ ഹെഡ് ഇവിടെ ജനറൽ എഡ്യൂക്കേഷൻ ആണ്, പൊതുവിദ്യാഭ്യാസമാണ്. നമ്മൾ എവിടെ എത്തണം? ഹൈസ്കൂളിൽ കമ്പ്യൂട്ടർ വാങ്ങുന്നതിൽ അടുത്ത് നമ്മൾ എത്തണം. അപ്പോൾ ആദ്യം നമ്മളൊരു സെക്ടർ തീരുമാനിച്ചു. ആ സെക്ടർ എന്ന് പറയുന്നത് സാമൂഹ്യ സേവനമാണ്. രണ്ടാമത് നമ്മൾ മേജർ ഹെഡാണ്. മേജർ ഹെഡ് വിദ്യാഭ്യാസമായതുകൊണ്ട്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അതിന് 2202 ഹെഡ് വന്നു. അപ്പോൾ അത് മേജർ ഹെഡ് മലയാളത്തിൽ പറഞ്ഞ ഇവിടെ ജനറൽ എഡ്യൂക്കേഷൻ ആണ്, പൊതുവിദ്യാഭ്യാസം. അപ്പോൾ ഒരു പ്രത്യേക മേഖലയെ നമ്മൾ തിരിച്ചറിഞ്ഞു. പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്ന സാമൂഹ്യ സേവന മേഖലയാണ് എന്നെത്തി നമ്മൾ മേജർ ഹെഡിലൂടെ. ഇനി നമ്മൾ മൈനർ ഹെഡിലേക്ക് പോവാണ്. മൈനർ ഹെഡില് മേജർ ഹെഡിനുള്ളിലെ നിർദ്ദിഷ്ട പ്രവർത്തന മേഖല ഏതാണെന്ന് മൈനർ ഹെഡ് പറയും. ആ മൈനർ ഹെഡ് ഇവിടെ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളുകളാണ്. നമുക്കറിയാം ജനറൽ എഡ്യൂക്കേഷൻ ആയിരുന്നു മേജർ ഹെഡ്, പൊതുവിദ്യാഭ്യാസം. അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പെസിഫൈഡ് മേഖല, സ്പെസിഫൈഡ് ഏരിയ നമ്മൾ എടുക്കുകയാണ്. അതെന്താണ്? ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾസ്. ഹൈസ്കൂളുകൾ സെക്കൻഡറി സ്കൂളുകളാണ്. അപ്പോൾ ഗവൺമെന്റിന് കീഴിലുള്ള സെക്കൻഡറി സ്കൂളുകൾ എന്ന മൈനർ ഹെഡിലേക്ക് നമ്മൾ എത്തി. അവിടെ വിദ്യാഭ്യാസത്തിന്റെ ആയതുകൊണ്ട് സെക്കൻഡറി സ്കൂളുകളുടെ ഹെഡ്, മൈനർ ഹെഡ് 109 ആണ്. അവിടെ എത്തി. ഇനി സബ് ഹെഡിലേക്ക് നമ്മൾ പോകണം. ഈ മൈനർ ഹെഡിനുള്ളിലെ പ്രത്യേക സ്കീമുകളോ സ്ഥാപനങ്ങളോ ആണ് എന്ത്? മൈനർ ഹെഡ്, സബ് ഹെഡ് എന്ന് പറയുന്നത്. അതായത് മൈനർ ഹെഡിനുള്ളിലെ പ്രത്യേക സ്കീമുകളോ സ്ഥാപനങ്ങളോ. മൈനർ ഹെഡ് എന്തായിരുന്നു? ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ ആയിരുന്നു. അതിലുള്ള സബ് ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ ഹൈസ്കൂളാണ്. സെക്കൻഡറി സ്കൂളുകൾ, ഹയർ സെക്കൻഡറി ഉണ്ടാവും, അല്ലാതെ ഹൈസ്കൂളും ഉണ്ടാവും. 2 തരം സെക്കൻഡറി സ്കൂളുകളുള്ളത് ഗവൺമെന്റിൽ. അതിൻ്റെ സബ് ഹെഡ് വരുമ്പം ആ വിദ്യാഭ്യാസത്തിലെ ഹൈസ്കൂൾ ആയതുകൊണ്ട് അത് 01 സബ് ഹെഡ്. അപ്പോൾ അത് പ്രത്യേക സ്ഥാപനമായിട്ട് പറയുമ്പോൾ എന്ത് പറയണം? ഹൈസ്കൂൾ എന്ന് പറയണം. അപ്പോൾ സെക്കൻഡറി സ്കൂളിൻ്റെ ഉള്ളിലുള്ള ഒന്നാണ് ഹൈസ്കൂൾ. അപ്പോൾ ഹൈസ്കൂളിനാണ് കമ്പ്യൂട്ടർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി? സാമൂഹ്യ സേവനം സെക്ടർ ആയിരുന്നു. പിന്നെ അതിൻ്റെ മേജർ ഹെഡ് എന്ന് പറയുന്നത് ജനറൽ എഡ്യൂക്കേഷൻ ആണ്, 2202. ആ പിന്നെ ജനറൽ എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ മേജർ ഹെഡിൻ്റെ ഉള്ളിലുള്ള പ്രത്യേക
നിർദ്ദിഷ്ട പ്രവർത്തന മേഖലയെ നമ്മൾ വീണ്ടും സ്പെസിഫൈ ചെയ്യുന്നു. അത് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾസ് ആണ്. അത് കോഡ് 109 ആ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിനുള്ളിലാണ് മൈനർ ഹെഡിന്റെ ഉള്ളിലാണ് വീണ്ടും സബ് ഹെഡ് വരുന്നത്. അത് ഹൈസ്കൂൾ എന്നാണ് സബ് ഹെഡ്. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ഹെഡ് എന്ന് പറയുന്നത് പണം കൃത്യമായി എന്തിനാണ് ചെലവാക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ്. അത് എന്തൊക്കെയാവാം? ശമ്പളം, കെട്ടിടം, ഫർണിച്ചർ, ഇവയൊക്കെ ആവാം. മെഷീനറി, എക്യുപ്മെന്റ്. ഇവിടെ ഡീറ്റെയിൽഡ് ഹെഡ് ഇവിടെ മെഷീനറി ആൻഡ് എക്യുപ്മെന്റ് ആണ്. കമ്പ്യൂട്ടർ ആയതുകൊണ്ട് ഇവിടെ മെഷീനറി ആൻഡ് എക്യുപ്മെന്റ് ആണ് ഡീറ്റെയിൽഡ് ഹെഡ്. വിദ്യാഭ്യാസം ആയതുകൊണ്ട് അത് 52 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്, അതിന്റെ കോഡ് 52 അപ്പൊ ഇതിന്റെ മൊത്തം കോഡ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. 22.02.109.01.52. ഇതാണ് ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് പറയാൻ നമ്മൾ നീട്ടി പറയുമ്പോൾ. നമ്മൾ ട്രഷറിയിലൊക്കെ ചെലാൻ അടയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഈ രീതിയിൽ അടച്ചിട്ടുള്ളതാണ്. ഹെഡ് ഓഫ് അക്കൗണ്ട് ചോദിക്കും. അപ്പോൾ ഹെഡ് ഓഫ് അക്കൗണ്ട് ഇത് ഇങ്ങനെ 22.02.01.109 അങ്ങനെ നമ്മൾ എഴുതാറുണ്ട്. 22.02.109 ഇവിടെ 52. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ 5 ടയർ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടി പറയണമെങ്കിൽ പറയാം. ഇപ്പൊ സർക്കാർ ചെലവുകളെ പൊതുവായിട്ട് സാമൂഹിക സേവനം, സാമ്പത്തിക സേവനം, ജനറൽ സർവീസ് എന്നിങ്ങനെ തരംതിരിക്കും. അതാണ് നമ്മുടെ സെക്ടർ. ഇനി മേജർ ഹെഡ് എന്ന് പറയുന്നത് ഒരു 4 അക്ക കോഡാണ് മേജർ ഹെഡ്. അത് ബജറ്റിൽ ഓരോ വകുപ്പിനും ഓരോ മേജർ ഹെഡുകൾ ഉണ്ടായിരിക്കും. ഓരോ വകുപ്പിനും ഓരോ മേജർ ഹെഡുകൾ ഉണ്ടായിരിക്കും. ഇനി അത് കഴിഞ്ഞ് മൈനർ ഹെഡിലേക്ക് വരുമ്പോൾ അത് പ്രവർത്തനത്തിന്റെ ഒരു ഏരിയ കുറയ്ക്കും. മേജർ ഹെഡിൽ നിന്ന് വ്യത്യസ്ത വിഭാഗങ്ങളെ വേർതിരിക്കുന്നു. പ്രൈമറി സ്കൂള്, സെക്കൻഡറി സ്കൂൾ, അങ്ങനെ വേർതിരിക്കുമ്പോഴാണ് അത് മൈനർ ഹെഡിലേക്ക് ആവുന്നത്. പിന്നെ സബ് ഹെഡില് നിർദ്ദിഷ്ട പദ്ധതികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, ഇതാണ് വരുന്നത്. ഇനി ഡീറ്റെയിൽഡ് ഹെഡില് പണം ചെലവാക്കുന്ന ഇനത്തിന്റെ സ്വഭാവമാണ് ഈ ഡീറ്റെയിൽഡ് ഹെഡിൽ വരുന്നത്. ഇപ്പൊ ഇതില് യാത്രപ്പടി, ശമ്പളം, ഓഫീസ് ചെലവ്, ഉപകരണങ്ങൾ വാങ്ങല് എന്നിവ ഡീറ്റെയിൽ ഹെഡിൽ വരുന്നതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് സർക്കാർ ചെലവുകളെ പ്രധാനമായിട്ടും 2ആയിട്ട് തരംതിരിക്കാം. അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ അവ ഉണ്ടാക്കുന്ന ആസ്തിയും അവയുടെ കാലയളവുമാണ്. ഇപ്പൊ റവന്യൂ ചെലവ് അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും സേവനങ്ങൾ നിലനിർത്തുന്നതിനും വേണ്ടി നടത്തുന്ന ചെലവാണ്. ഈ റവന്യൂ ചെലവുകൾ കൊണ്ട് പ്രത്യേക ആസ്തികൾ ഒന്നും തന്നെ സൃഷ്ടിക്കപ്പെടുന്നില്ല, അസറ്റ് ഒന്നും തന്നെ സൃഷ്ടിക്കപ്പെടുന്നില്ല. സർക്കാരിന്റെ ബാധ്യതകളാണെങ്കിൽ കുറയുന്നുമില്ല. അപ്പൊ ഇത് ആവർത്തിച്ചുണ്ടാകുന്ന, ഓരോ വർഷവും ആവർത്തിച്ചുണ്ടാകുന്ന ചെലവുകളാണ് ശരിക്കും ഈ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. അപ്പൊ ഈ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ അത് ദൈനംദിന ചെലവുകളാണ്, പുതിയ ആസ്തികൾ ഉണ്ടാക്കുന്നില്ല, ആവർത്തന സ്വഭാവമുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ശമ്പളവും പെൻഷനും. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, അധ്യാപകരുടെ ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ വിതരണം, പലിശ തിരിച്ചടവ്, സർക്കാർ എടുത്ത വായ്പകൾക്ക് നൽകേണ്ടി വരുന്ന പലിശ, പിന്നെ സബ്സിഡികൾ, ഭക്ഷ്യവസ്തുക്കളും വളത്തിനും മറ്റിനും നൽകുന്ന സബ്സിഡികൾ, പിന്നെ ഓഫീസുകളുടെ അറ്റകുറ്റപ്പണികൾ, റോഡുകളുടെ സാധാരണ അറ്റകുറ്റപ്പണികൾ, ഇതൊക്കെ എന്തിൽ വരും? നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. ഈ എക്സ്പെൻഡിച്ചർ, ഈ റവന്യൂ ചെലവുകൾ കൊണ്ട് പുതിയ ആസ്തികൾ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഇതൊക്കെ ആവർത്തന ചെലവുകളാണ്. ഈ ആവർത്തന ചെലവുകൾ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ, കുറയ്ക്കുന്നുവോ, അപ്പോഴാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. രണ്ടാമത്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചാണ് പറയേണ്ടത്. ഇപ്പൊ സർക്കാർ ദീർഘകാല അടിസ്ഥാനത്തിൽ പുതിയ ആസ്തികൾ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ അസറ്റുകൾ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള ബാധ്യതകൾ കുറയ്ക്കാനോ വേണ്ടി നടത്തുന്ന ചെലവാണിത്. അപ്പോ ഇത് ഭാവിയെ മുമ്പിൽ കണ്ടിട്ടുള്ള നിക്ഷേപങ്ങളാണ് ശരിക്കും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു കെട്ടിടത്തിൽ
ഒരു സർക്കാർ ഭൂമി നിലവിൽ ഒരു സ്ഥലത്ത് സർക്കാർ ഭൂമിയുണ്ട്. ആ ഭൂമി അവിടെ ഉണ്ടായിരിക്കെ നമ്മൾ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഒരു ഓഫീസ് പ്രവർത്തിക്കുകയാണ്. ഒരു ഓഫീസ്, അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസറുടെ ഒരു ഓഫീസ് അവിടെ പ്രവർത്തിക്കുകയാണ്. കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. വലിയ ഭീമമായ സംഖ്യയാണ് വാടകയായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ വാടകയായിട്ട് കൊടുക്കുന്ന ആ സംഖ്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. എന്നാൽ അവിടെ അടുത്ത് സർക്കാർ ഭൂമി ഉണ്ട്. ആ സർക്കാർ ഭൂമിയിൽ ഒരു കെട്ടിടം വെക്കുകയാണ്, അല്ലെ ഒരു സിവിൽ സ്റ്റേഷൻ പണിയാണ്, അല്ലെങ്കിൽ ഒരു മിനി സിവിൽ സ്റ്റേഷൻ പണിയാണ്. അപ്പൊ അങ്ങനെ മിനി സിവിൽ സ്റ്റേഷൻ പണിയുമ്പോൾ എന്താ മെച്ചം? ഈ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന എല്ലാ സർക്കാർ കെട്ടിടങ്ങളും, അല്ല സർക്കാർ വാടക കൊടുത്തിട്ട് ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾ മുഴുവൻ ഒഴിവാക്കി നമുക്ക് ഈ സിവിൽ സ്റ്റേഷൻ പണിതിട്ടുണ്ടെങ്കിൽ അവിടേക്ക് മാറാവുന്നതാണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും വകുപ്പുകളുടെയും ഓഫീസുകൾക്ക്. അപ്പോൾ എന്ത് വരും? സർക്കാരിന്റെ ചെലവ് വാടക ഇനത്തിൽ കുറയാണ്, വാടക കൊടുക്കണ്ട പിന്നെ. അപ്പോൾ സർക്കാരിന്റെ എന്ത് വന്നു? റവന്യൂ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു. ഇത് ഇത് എല്ലാ മാസവും ഇങ്ങനെ വാടക കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ. അപ്പോൾ വാടക തീരെ കൊടുക്കേണ്ടാത്ത അവസ്ഥയിലേക്ക് വന്നു. ഇവിടെ എന്ത് നമ്മൾ ചെയ്തു? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം ഉണ്ടാക്കിയാണ്, അതൊരു അസറ്റാണ്. ഈ മിനി സിവിൽ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ വലിയൊരു ബിൽഡിംഗ് വരിക എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. ആ അസറ്റ് കൊണ്ട്, അതിനാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്തത് കൊണ്ട് ഒരു അസറ്റ് വന്നു, ആസ്തി വന്നു. ആ അസറ്റ് വന്നപ്പോൾ എന്താ പ്രത്യേകത? അവിടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇല്ലാതെ വരികയാണ്, വാടക കൊടുക്കണ്ട, ആസ്തികളായിട്ട് മാറുകയാണ്. ഇത് സർക്കാരിന്റെ ദീർഘകാല ആസ്തിയാണ്. കുറേ കാലത്തേക്ക്, വർഷങ്ങളോളം ഈ ബിൽഡിംഗ് അവിടെ നിൽക്കുകയാണ്, ഒരു ചെലവുമില്ല. അതേ സമയത്ത് വാടകയാണെങ്കിലോ അത് ആവർത്തന റെക്കറിംഗ് സ്വഭാവമുള്ള ചെലവുകളായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്താൽ സർക്കാരിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ കുറയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സർക്കാരിന്റെ ബാധ്യത കുറയ്ക്കുകയാണ്. ഇപ്പൊ പുതിയ പാലങ്ങള്, ഹൈവേകള്, ആസ്പത്രികൾ, സ്കൂൾ കെട്ടിടങ്ങൾ എന്നിവയുടെ നിർമ്മാണം, ഇപ്പോൾ അതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. യന്ത്രസാമഗ്രികൾ വാങ്ങൽ, സർക്കാർ ഓഫീസുകളിലേക്കോ ലാബുകളിലേക്കോ വലിയ തോതിലുള്ള യന്ത്രസാമഗ്രികൾ വാങ്ങൽ, അതെല്ലാം അസറ്റുകളാണ്. ഒരു പുതിയ പാലം ഉണ്ടാക്കി, അത് അസറ്റാണ്. ഹൈവേ ഉണ്ടാക്കി, അസറ്റാണ്. ആസ്പത്രി, സ്കൂള് എല്ലാം അസറ്റുകളാണ്. അപ്പൊ ഞാൻ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെയും കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടും തരമാണ്. അപ്പോൾ ഇത് രണ്ടും കോംപ്ലിമെന്ററി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ നന്നായി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നന്നായി ചെയ്താൽ, അത് ലോൺ എടുത്തിട്ട് ചെയ്താൽ പോലും ചിലപ്പോൾ അതായിരിക്കും നല്ലത്. ആസ്തികൾ കൂട്ടണം. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആസ്തികൾ കൂട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പം മാത്രമാണ് ഏറ്റവും കുറച്ച് റവന്യൂ എക്സ്പെൻഡിച്ചർ വരിക. അപ്പൊ നമ്മൾ ഇനി അതിനെപ്പറ്റി പറഞ്ഞാല്, ഇപ്പോ ഒരു ഒരു ചെലവ് കൊണ്ട് ഒരു ചെലവ് ചെയ്തു സർക്കാർ. ആ സർക്കാരിന് അത് ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഫിസിക്കൽ അസറ്റ് സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഇതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാല്, പിന്നെ ഈ ആസ്തികൾ നിലനിർത്താനോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെ മെയിൻ്റനൻസ്, പിന്നെ ദൈനംദിന കാര്യങ്ങൾ നടക്കാനോ ഉള്ള ചെലവുകൾ എന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഒരിക്കൽ നിർമ്മിച്ച ഇതേ ബിൽഡിങ്ങിൽ മെയിൻ്റനൻസ് നടത്തുമ്പോൾ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. പിന്നെ ഈ ചെലവഴിക്കുന്ന തുകയുടെ ആയുസ്, അല്ലെ അതിന്റെ പ്രയോജനം എത്ര കാലം ലഭിക്കും എന്നത് പ്രധാനമാണ്. ഇനി പ്രയോജനം ദീർഘകാലത്തേക്ക് ലഭിക്കുന്നവയാണ് ശരിക്കും ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റവന്യൂ ചെലവിൽ പ്രയോജനം അപ്പപ്പോൾ ലഭിക്കുകയും അത് ആ സാമ്പത്തിക വർഷത്തോടെ അവസാനിക്കുകയും ചെയ്യുന്നവയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ശമ്പളം,
വൈദ്യുതി ബില്ല്, ഇതൊക്കെ ആ വിഭാഗത്തിൽ വരുന്നതാണ്. ഇനി നമുക്ക് പറഞ്ഞാൽ വേറൊരു ഇത് പറഞ്ഞാൽ ഒരു ഡെപ്റ്റ് റിഡക്ഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് ബാധ്യത കുറയ്ക്കൽ തത്വം. അതായത് സർക്കാരിന്റെ നിലവിലുള്ള വായ്പകളുടെ ബാധ്യത കുറയ്ക്കുന്നതിനായി നടത്തുന്ന ഏത് പേയ്മെന്റും, അതായത് പ്രിൻസിപ്പൽ റീപേയ്മെന്റ്, മുതൽ തിരിച്ചടയ്ക്കൽ, അതിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കുന്നു. എന്നാൽ ഈ വായ്പയുടെ പലിശ അടയ്ക്കുന്നത് റവന്യൂ ചെലവാണ്. മനസ്സിലായി? അത് നല്ല പോയിന്റ് അല്ലേ? നമ്മൾ ഒരു പിന്നെ ക്യാപിറ്റലിലേക്ക്, അത് മുതൽ തിരിച്ചടച്ചാൽ അത് പിന്നെ എന്താണ് പറയേണ്ടത്, മൂലധന ചെലവില്ല വരിക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറില്ല വരിക, മുതൽ തിരിച്ചടക്കൽ. അതെന്താ അങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മുതലാണ് തിരിച്ചടയ്ക്കുന്നത്. അപ്പോൾ മുതൽ തിരിച്ചടച്ചു കഴിഞ്ഞാൽ ആ മുതലിന് അടുത്ത പ്രാവശ്യം ബാക്കി മുതലിനുള്ള പലിശ കൊടുത്താൽ മതിയല്ലോ. അപ്പൊ നമുക്ക് സേവിങ്സ് ആണ് അവിടെ. എന്നാൽ ഈ പലിശ കൊടുക്കുക, ഓരോ കാലവും പലിശ കൊടുത്തോണ്ടിരിക്കുക, മുതലിലേക്ക് പോകുന്നില്ല, പലിശ മാത്രം കൊടുക്കുന്നതിന് നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് മാത്രമേ കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇപ്പൊ റവന്യൂവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണുള്ളത്. ഒരു ഭരണകൂടം തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ അതിന് ഒഴിവാക്കാൻ പറ്റാത്ത ചെലവ്, ഭരണനിർവഹണത്തിനും ശമ്പളത്തിനും അറ്റകുറ്റപ്പണിക്കൊക്കെയുള്ള ചെലവുകളെല്ലാം റവന്യൂവിലാണ് വരുന്നത്. സർക്കാരിന്റെ ശേഷി വർദ്ധിപ്പിക്കാനും ഭാവിയിലേക്ക് സമ്പാദിക്കാനും സഹായിക്കുന്ന ചെലവുകളാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. ഓക്കെ, അത് കൂടുതൽ വിശദീകരിക്കേണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. ഇനി നമുക്കിതിൽ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ട് നടപ്പിലാക്കുന്നതിനും നിലവിലുള്ള ഏതെങ്കിലും ഹെഡ് ഓഫ് അക്കൗണ്ട് നാമകരണ രീതി, അതിന്റെ നോമൻക്ലേച്ചർ എടുത്തു കളയുകയോ മാറ്റുകയോ ചെയ്യുന്നതിനും CAG അംഗീകാരം വാങ്ങിയിരിക്കണം. എന്നാൽ ഒരു ഡീറ്റെയിൽഡ് ഹെഡ് ആരംഭിക്കുന്നതിനും ഏതെങ്കിലും പുതിയതൊന്ന് ആവശ്യാനുസരണം ആരംഭിക്കുന്നതിനും അക്കൗണ്ടന്റ് ജനറൽമാർക്ക് വിവേചനാധികാരം ഉണ്ട്. നമ്മൾ പ്രത്യേകം ഒന്ന്, ഇത് ഒരു സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ അനുമതി വേണം. എന്നാൽ ഒരു ഡീറ്റെയിൽഡ് ഹെഡ്, അവസാനത്തെ 5 ടയറിലെ ലാസ്റ്റ് വൺ, അഞ്ചാമത്തെ സാധനമാണ് ഡീറ്റെയിൽഡ് ഹെഡ്, അല്ലേ? അപ്പൊ ആ ഡീറ്റെയിൽഡ് ഹെഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആരുടെ അംഗീകാരം മതി? അക്കൗണ്ടന്റ് ജനറലിന്റെ അംഗീകാരം മതി. അദ്ദേഹത്തിന്, അക്കൗണ്ടന്റ് ജനറലിന് അത്തരത്തില് ഒരു വിവേചനാധികാരം ഉണ്ട്. ഏതില്? ഡീറ്റെയിൽഡ് ഹെഡില് മാത്രം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ബാക്കി ഒന്ന് രണ്ട് പോയിന്റുകൾ, നമുക്ക് ഇതിൻ്റെ പെടുത്തിയ പോയിന്റുകൾ, ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ് കൂടി ഞാൻ പറയട്ടെ. ഒരു പ്രൊജക്റ്റിന്റെ ആദ്യ നിർമ്മാണത്തിനും സജ്ജീകരണത്തിനുമുള്ള ചെലവുകൾക്ക് പുറമെ അത് ഉപയോഗത്തിനായി തുറന്നു കൊടുക്കുന്നതിനിടയിലുള്ള അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു പ്രൊജക്റ്റ് ആദ്യ നിർമ്മാണം, അത് നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് സജ്ജീകരണം ഉണ്ടാവും. അതിന് മുന്നേ നടക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവും. അവിടെ നിരത്തുക, കുഴി നികത്തുക, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ കുഴി നികത്തുക, ലാൻഡ് കംപ്ലീറ്റ് ആയിട്ട് നികത്തുക, അവിടെ തൊഴിലാളികൾക്ക് വേണ്ട താമസ സൗകര്യം ഉണ്ടാക്കുക, മെഷീനറീസ് സൂക്ഷിക്കാൻ വേണ്ടി ഷെഡ് ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള എല്ലാ, അത് കഴിഞ്ഞിട്ടുള്ള ഇത് തുറന്നു കൊടുക്കുന്നത് വരെയുള്ള മെയിൻ്റനൻസ് അടക്കം ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലായിരിക്കും വരിക. എന്നാൽ പ്രൊജക്റ്റിന്റെ പിന്നീട് ഉണ്ടാകുന്ന, അത് പ്രൊജക്റ്റ് ആ സംഭവം തുറന്നു കൊടുത്തതിന് ശേഷം ഉണ്ടാകുന്ന എല്ലാ മെയിൻ്റനൻസ്, പ്രവർത്തന ചെലവുകളും പരിപാലന ചെലവുകളും എല്ലാം റവന്യൂ വഹിക്കേണ്ടതാണ്. അതുകൊണ്ട് അതാണ് നമുക്ക് പറഞ്ഞാല് പുതുക്കലുകള്, മാറ്റിവെക്കലുകള്, കൂട്ടിച്ചേർക്കലുകള്, നന്നാക്കല്, വികസനം തുടങ്ങിയവയ്ക്കുള്ള ചെലവുകൾ മുഴുവനും നമ്മൾ എന്ത് വരും? റവന്യൂ ആണ് വഹിക്കേണ്ടത്.
ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തേണ്ടതായിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.